പിന്നെ ഭയങ്കര സുഖമാണ്, പരമസുഖം. ഇവിടെ വണ്ടി അടിക്കല്ലേ. ആണോ? ഇറങ്ങി നിങ്ങൾ തമ്മിലുള്ള കോമ്പോ ഹിറ്റാണല്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. ഒരുപാട് സന്തോഷം. പ്രേക്ഷകരൊക്കെ എങ്ങനെ ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ? എങ്ങനെയാണ് നേരിട്ടും അല്ലാതെയൊക്കെ എങ്ങനെ അറിയിക്കുന്നുണ്ടോ? നേരിട്ട് അഭിപ്രായം പറയുന്നുണ്ട്, അടിപൊളിയാന്ന് പറയുന്നത്. കമന്റ് ബോക്സിലും വരുന്നുണ്ട്, കമന്റ് ബോക്സിലും കമന്റ് വരുന്നുണ്ട്. പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നെഗറ്റീവിന്റെ വഴിക്ക് നോക്കി കാണുന്നുണ്ട്, പോസിറ്റീവ് വഴിക്ക് നോക്കി കാണുന്നുണ്ട്. ഞാൻ രണ്ടും സന്തോഷമായിട്ട് നോക്കിയാണ്. പോസിറ്റീവിനെ എങ്ങനെയാണ്? പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് അടുത്തൊരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി. നെഗറ്റീവ് അറിയുമ്പോൾ നമുക്കത് ഒന്നുകൂടെ ബെറ്റർ ആക്കണം തോന്നുന്നു. അത്ര പുതിയ വർക്കൊക്കെ വരുന്നത്, ഒരുമിച്ചുള്ള പുതിയ വർക്കുകൾ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം, ഒരു ആൽബം ചെയ്തിട്ടാണ് വന്നത്. പിന്നെ അടുത്തൊരു വർക്കിന് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു സിനിമ അവസരം കിട്ടിയാൽ ചെയ്യും? നമുക്കൊരു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞു. ഷോർട്ട് ഫിലിമാണോ അല്ലാതെ? മൂവി ദയാവധം നല്ല മൂവി ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു ഇന്നലെ വീട്ടിൽ സാർ ഡാൻസർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജു മേനൊക്കെയാണ് നായികയായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിജു മേനൻ്റെ വർക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞില്ല, ഡയറക്ടർ സാറിനെ വിളിച്ച് മാത്രമേ പറഞ്ഞു. നായികരാണ് ചേച്ചിയാണോ? അത് അറിയില്ല, ചെറിയ വേഷം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ക്യാരക്ടർ റോളാണോ കൂടുതൽ താല്പര്യം? ദുബായിലോ ഖത്തറിലോ എന്തോ ഒരു ട്രെയിലർ മാറ്റി വെച്ചായിരുന്നത്, ജൂലൈയിലോട്ടാക്കി പെർമിഷൻ മാറ്റി. അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇത്രയും ദിവസം റെസ്റ്റ് ഇല്ലായിരുന്നു, വയ്യായിരുന്നു. ഇപ്പോഴും നല്ല ഇതിലല്ല നിൽക്കുന്നത്, ഹെൽത്തോ ഓക്കെ അല്ല. കേറട്ടെ. നാട്ടിൽ മാത്രം ഇവിടെ മരിക്കണം എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് എന്നും 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 ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവരെ പോലുള്ളവരാണ്. അതിൽ ഒരാളാണ് റിജു നായർ. അദ്ദേഹത്തിൻ്റെ വർക്ക് എനിക്ക് പണ്ട് അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നെ കരഘോഷത്തിന്റെ ശബ്ദം പോരാ. വലിയ വലിയ ആൾക്കാരുടെ ഒപ്പം നമ്മളെ വിളിച്ചതിനും ഇങ്ങനെ ഒരു അവാർഡ് എനിക്കും പ്രതീക്ഷനും തന്നതിന് പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക്സ്. കാരണം മികച്ച താരജോഡിയായിട്ട് സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ശരി, താങ്ക് യു. എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഞാൻ ശരിക്കും പാലക്കാടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെതായുള്ള ടെൻഷനെല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ കൈയും കൂടി വറക്കുന്നുണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ മാത്രം കണ്ട ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടതിൽ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ അത്ര പോലെ. അപ്പോൾ ഈ ഒരു അവാർഡ് തന്ന ഇതിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണു. ഗുരുപ്രിയ ടിവിക്ക് നന്ദി പറയുന്നുണ്ട്. ഒരുപാട് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. എന്നാൽ കൂടി താങ്ക് യു സോ മച്ച്. അടുത്തതായി ഋതുവർഷം 50 എന്ന ഡോക്യുമെന്ററി ശ്രീ വിനോദ് കുമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവാർഡാണ്. ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം.
റിജുവിനെ ആദരിക്കുന്നതിനായി ആത്മ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡൻറ്റും ഡാറ്റ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡൻറ്റും പ്രശസ്ത നടിയും ആയ ശ്യാമള ദേവി ടീച്ചറെ ക്ഷണിക്കുകയാണ്.